ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് മീര. സ്റ്റഡി സ്മാർട്ട് ഇംഗ്ലീഷിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ടിപ്സ് ആണ്. ടിപ്സിൻ്റെ പാർട്ട് 2. അപ്പോൾ പാർട്ട് 1 എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരമാണ് പാർട്ട് 2 ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നും വളരെ വ്യത്യസ്തമായ വളരെ യൂസ്ഫുൾ ആയ 5 ടിപ്സാണ് നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ടിപ്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെയൊക്കെ റെഫർ ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെയൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഉത്തരത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള ടിപ്സാണ് ഈ 5 ടിപ്സും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ കാണുന്ന പിക്ചർ ശ്രദ്ധിക്കുന്നില്ലേ? ഇത് ആരുടെ പിക്ചറാണ്? മെക്ഡൊണാൾഡ്സ്. എല്ലാവരുടെയും വായിൽ വെള്ളം വന്നിട്ടുണ്ടാവും അല്ലേ? ഈ പിക്ചറിന് എന്താണ് ഇന്ന് ഇവിടെ കാര്യം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അതെ, ഒരു കാര്യമുണ്ട്. എന്താണത്? മെക്ഡൊണാൾഡ്സിന്റെ ടാഗ് ലൈനാണ് നമ്മൾ ഇന്നിവിടെ ഫസ്റ്റ് ടിപ്പായിട്ട് എടുക്കാൻ പോകുന്നത്. ഐ ആം ലവിങ് ഇറ്റ്. എന്താണ് ഈ ഐ ആം ലവിങ് ഇറ്റും ഇംഗ്ലീഷും തമ്മിലുള്ള ബന്ധം? എന്താണ് ഇവിടെ ഈ ടിപ്പ്? എന്ത് ടിപ്പാണ് ഞാൻ തരാൻ പോകുന്നതെന്ന് നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഈ ടാഗ് ലൈനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്കാണ് ഇന്ന് നമ്മളുടെ ടിപ്പായിട്ട് മാറുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഫസ്റ്റ് ടിപ്പ് കേട്ട് കഴിയുമ്പോൾ ഈ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. മെക്ഡൊണാൾഡ്സിനെ തിരുത്താനൊന്നും നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഫസ്റ്റ് ടിപ്പിലോട്ട് നമുക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് വെർബ് ഫോമിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ടിപ്പാണ്. വെർബ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഡൈനാമിക് വെർബ്സും സ്റ്റേറ്റീവ് വെർബ്സും. എന്താണ് ഈ ഡൈനാമിക് വെർബ്സ്? ഡൈനാമിക് അത് പറയുമ്പോൾ തന്നെ ഒരു ആക്ഷൻ, ഒരു എനർജി ഒക്കെ കിട്ടുന്നില്ലേ? ഡൈനാമിക് വെർബ്സ് റെഫർ ടു ആക്ഷൻ. ആക്ഷൻസിനെ റെഫർ ചെയ്യുന്നതാണ് എന്ത്? ഡൈനാമിക് വെർബ്സ്. പ്ലേ കളിക്കുക, വോക്ക് നടക്കുക, റീഡ് വായിക്കുക, വെയിറ്റ് ഓക്കെ വെയിറ്റ് ചെയ്യുക. ഇതൊക്കെ എന്താണ്? ഡൈനാമിക് വെർബ്സ് ആണ്. ഓക്കെ, അതൊരു പ്രോസസ്സിനെയോ ഒരു ആക്ടിവിറ്റിയെയോ സൂചിപ്പിക്കുന്നതായിരിക്കും എന്ത്? ഡൈനാമിക് വെർബ്. അപ്പോൾ ഈ ഡൈനാമിക് വെർബ് ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്നു. ഡൈനാമിക് വെർബ് ആക്ഷനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ ഡൈനാമിക് വെർബ്സിനെ നമ്മൾ സിമ്പിൾ ഫോമിലും, അതായത് സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ ഫ്യൂച്ചർ ഫോംസിലും നമ്മൾ യൂസ് ചെയ്യുന്നു. കൂടാതെ കണ്ടിന്യൂസ് ഫോമിലും യൂസ് ചെയ്യുന്നു. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് നമ്മളൊരു ING ഫോം ചേർത്ത് കൊടുക്കും അല്ലേ? കണ്ടിന്യൂസ് ഫോമിനെ ഡിനോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കണ്ടിന്യൂസ് ഫോമിലും അല്ലെങ്കിൽ പ്രോഗ്രസീവ് എന്നും കൂടി പറയാറുണ്ട്. അപ്പോൾ പ്രോഗ്രസീവ് ഫോമിലും യൂസ് ചെയ്യുന്നു. ഏത്? ഡൈനാമിക് വെർബിനെ നമ്മൾ സിമ്പിൾ ഫോമിലും കണ്ടിന്യൂസ് ഫോമിലും യൂസ് ചെയ്യുന്നു. ഇത് ഓർത്തിരിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്റ്റേറ്റീവ് വെർബ്സ്. സ്റ്റേറ്റീവ് വെർബ്സ് എന്ന് പറയുമ്പോൾ അതൊരു ഫിസിക്കൽ കണ്ടീഷനെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്ടിവിറ്റിയെയോ ഒരു പ്രോസസ്സിനെയോ എന്ന് ഒന്നും ഡിനോട്ട് ചെയ്യുന്നില്ല. പകരം ഒരു സ്റ്റേറ്റ്, ഒരു അവസ്ഥ, ഒരു കണ്ടീഷനെ റെഫർ ചെയ്യുന്നു. അതിന് പെർമനന്റ് ആയ ഒരു കാര്യമാകണമെന്നില്ല. അതിനൊരു തുടക്കമോ ഒരു അവസാനമോ ഉണ്ടാകണമെന്നില്ല. അങ്ങനത്തെ ഒരു കാര്യത്തെ റെഫർ ചെയ്യുന്ന വാക്കുകളെ, വെർബിനെ എന്തെന്ന് പറയുന്നു നമ്മൾ? സ്റ്റേറ്റീവ് വെർബ്സ് എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഇത്തിരി ടഫായിട്ട് തോന്നുമെങ്കിലും നമ്മൾ എക്സാമ്പിൾസിലോട്ട് വരുമ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കേണ്ടത് ഡൈനാമിക് ആക്ഷൻ സ്റ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷനാണ് എന്ന് ഓർത്തിരിക്കുക. ഇത്ര മാത്രം നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞു ഡൈനാമിക് വെർബ്സിനെ നമ്മൾ സിമ്പിൾ ഫോമിലും കണ്ടിന്യൂസ് ഫോമിലും യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ? പക്ഷേ സ്റ്റേറ്റീവ് വെർബ്സിന് ഏത് ഫോം ഇല്ല? കണ്ടിന്യൂസ് ഫോം ഇല്ല. കണ്ടിന്യൂസ് ഫോമിൽ നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നില്ല. അതായത് പ്രോഗ്രസീവോ കണ്ടിന്യൂസോ ആയിട്ടുള്ള ഫോമിൽ ING ഫോം ചേർത്ത് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നില്ല. സ്റ്റേറ്റീവ് വെർബ്സ്. അപ്പോൾ നമ്മുടെ ടിപ്പ് ഇന്ന് എന്താണിത്? ഇവിടുത്തെ നമ്മുടെ ടിപ്പാണ് ING ഫോം ചേർത്ത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫോം ആയിട്ട് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നില്ല? സ്റ്റേറ്റീവ് വെർബ്സിനെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലൂടെ ഈ കാര്യം വ്യക്തമാക്കി എടുക്കാം. ഞാനൊരു സെന്റൻസ് പറയാം. ഐ എം ലൈക്കിംഗ് യുവർ ന്യൂ ഹെയർ കട്ട്. എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ? ഐ എം ലൈക്കിംഗ് യുവർ ന്യൂ ഹെയർ കട്ട്. ഇവിടെ ആ ലൈക്കിംഗ് എന്ന് പറയുമ്പോഴാണ് ഒരു മിസ്റ്റേക്ക് തോന്നുന്നത് അല്ലേ? ഒരു എന്തോ ഒരു
ഇതില്ല, സെൻറ്റൻസ് അങ്ങോട്ട് പറയുമ്പോൾ തന്നെ ഒരു വല്ലാത്ത പോലെ തോന്നുന്നു അല്ലേ. ഐ ലൈക്ക് യുവർ ന്യൂ ഹെയർ കട്ട്. എങ്ങനെ പറയണം? ഐ ലൈക്ക് യുവർ ന്യൂ ഹെയർ കട്ട്. ഐ ലൈക്ക്. അപ്പോൾ ലൈക്കിന് എന്തില്ല? ലൈക്ക് ഒരു സ്റ്റേറ്റീവ് വേർബ് ആണ്. ലൈക്കിന് കണ്ടിന്യൂസ് ഫോം ഇല്ല. കണ്ടിന്യൂസ് ഫോം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ആ സെന്റൻസിൽ ആ യൂസേജ് തെറ്റായിട്ട് വന്നു. സെക്കൻഡ് സെന്റൻസ് ശ്രദ്ധിക്കുക. ഐ എം നീഡിങ് യുവർ ഹെൽപ്പ്. ഐ എം നീഡിങ് യുവർ ഹെൽപ്പ്. ആ നീഡിങ് എന്തോ ഒരു മിസ്റ്റേക്ക് അവിടെയും തോന്നുന്നു. ഐ നീഡ് യുവർ ഹെൽപ്പ്. എന്താണ് കറക്റ്റ്? ഐ നീഡ് യുവർ ഹെൽപ്പ്. അപ്പോൾ നീഡിങ്, നീഡിനും എന്തില്ല? നീഡ് ഒരു സ്റ്റേറ്റീവ് വേർബ് ആണ്. നീഡിന് ING ഫോം, അതായത് കണ്ടിന്യൂസ് ഫോം ഇല്ല, പ്രോഗ്രസീവ് ടെൻസിൽ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് എന്താകുന്നു? ഒരു സ്റ്റേറ്റീവ് വേർബ് ആയി മാറുന്നു. ഷീ വാസ് ബിലീവിങ് ഹിം. ഷീ വാസ് ബിലീവിങ് ഹിം. ഷീ ബിലീവ്ഡ് ഹിം. ഷീ ബിലീവ്ഡ് ഹിം. ഓക്കെ, അപ്പോൾ ബിലീവിങ് കണ്ടിന്യൂസ് ഫോം ഇല്ല. ഷീ ബിലീവ്ഡ് ഹിം എന്നുള്ളതാണ് കറക്റ്റ് യൂസേജ്. ഓക്കെ, അടുത്ത് നോക്കുക. യു വർ ഫീലിംഗ് ഇറ്റ് വാസ് എ ഗുഡ് ഐഡിയ. യു വർ ഫീലിംഗ് ഇറ്റ് വാസ് എ ഗുഡ് ഐഡിയ. യു വെർ ഫീലിംഗ് തെറ്റാണ്. യു ഫെൽറ്റ് ഇറ്റ് വാസ് എ ഗുഡ് ഐഡിയ. യു ഫെൽറ്റ് എന്നുള്ളതാണ് കറക്റ്റ് യൂസേജ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഈ വേർഡ്സിനെയൊന്നും ING ഫോം ചേർത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റൻസ് റോങ് ആയി പോകുന്നതാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഇനി നമ്മളുടെ മനസ്സിലുള്ള ചോദ്യം, സ്റ്റേറ്റീവ് വേർബ്സ് ഏതൊക്കെയാണ്? ആ സ്റ്റേറ്റീവ് വേർബ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ING ചേർക്കണ്ടല്ലോ എന്നുള്ള ചിന്തയായിരിക്കും നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുക. അങ്ങനെയെങ്കിൽ നമുക്ക് സ്റ്റേറ്റീവ് വേർബ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റേറ്റീവ് വേർബ്സ് നമുക്ക് 5 കാറ്റഗറീസിൻ്റെ അണ്ടറിലോട്ട് കൊണ്ടുവരാം. അതായത് പൊസഷൻ, സെൻസ്, ഇമോഷൻ, തോട്ട്സ്, പിന്നെ അതേഴ്സ് എല്ലാം കൂടി വരുന്ന ഒരു അതേഴ്സ് എന്നൊരു കാറ്റഗറി. അപ്പോൾ 5 കാറ്റഗറിയിൽ കൊണ്ടുവന്നിട്ട് ഈ വാക്കുകളെ നമുക്ക് പഠിച്ചെടുക്കാം. ഞാൻ ജസ്റ്റ് പറയാം, എല്ലാവരും ഓർത്തിരിക്കുക. ഈ വേർഡ്സിനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഹാവ് പൊസഷൻ്റെ അണ്ടറിൽ വരുന്ന വാക്കുകളാണ് ഹാവ്, ഓൺ, പോസസ്, പാക്ക്, കൺസിസ്റ്റ്, ഇൻവോൾവ്, ഇൻക്ലൂഡ്, കണ്ടെയ്ൻ. ഈ വാക്കുകളെ നമ്മൾ പ്രോഗ്രസീവ് ടെൻസിൽ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, കണ്ടിന്യൂസ് ഫോമിൽ ഉപയോഗിക്കുന്നില്ല. ഇനി സെൻസിൽ വരുന്ന വാക്കുകൾ നോക്കുക. ഹിയർ, സ്മെൽ, സീ, ലുക്ക്, സൗണ്ട്, ടേസ്റ്റ്, ടച്ച്, ഫീൽ. ഈ വാക്കുകളെയും എങ്ങനെ ഉപയോഗിക്കുന്നില്ല? കണ്ടിന്യൂസ് ഫോമിൽ ഉപയോഗിക്കുന്നില്ല. ഇമോഷൻസിൽ വരുന്ന വാക്കുകൾ ലവ്, ലൈക്ക്, dislike, hate, adore, care, prefer, mind, want, appreciate, need, wish, hope, value. ഇതെല്ലാം ഇമോഷൻസിൻ്റെ അണ്ടറിൽ വരുന്ന കണ്ടിന്യൂസ് ഫോമിൽ യൂസ് ചെയ്യാത്ത വാക്കുകളാണ്. ഇനി തോട്ട്സ്, നമ്മുടെ ചിന്തകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വാക്കുകളാണ് ഞാനിവിടെ പറയുന്നത്. നോ, ബിലീവ്, ഡൗട്ട്, think, suppose, recognize, forget, remember, imagine, agree, mean, understand. ഇതെല്ലാം എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? തോട്ട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകളാണ്. ഇതിനും എന്തില്ല? പ്രോഗ്രസീവ്, കണ്ടിന്യൂസ് പ്രോഗ്രസീവ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ടെൻസിൽ യൂസ് ചെയ്യുന്നില്ല. അതേഴ്സിൽ വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. കോസ്റ്റ്, മെഷർ, വേ, ഓ, സീം, ഓക്കെ, ഡിപ്പെൻഡ്, മാറ്റർ. ഇതെല്ലാം എന്തിൽ വരുന്നു? അതേഴ്സ്. വേറെ കുറച്ച് വാക്കുകൾ ഇതിൽ കൊണ്ടുവരാൻ പറ്റാത്ത അതേഴ്സ് ആയിട്ട് വേറെ നിൽക്കുന്ന വാക്കുകളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വാക്കുകൾ, ഇത് കൂടാതെ കുറച്ച് വാക്കുകൾ കൂടിയുണ്ട്. എന്നാലും മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ഞാനിവിടെ ഈ ലിസ്റ്റുകളുടെ അണ്ടറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് 5 കാറ്റഗറി ആയിട്ട് ഇതിനെ തിരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാക്കുകൾക്കൊന്നും എന്തില്ല? ഇതെല്ലാം സ്റ്റേറ്റീവ് വേർബ്സ് ആണ്. ഇതൊരു കണ്ടീഷനെ സൂചിപ്പിക്കുന്നു. പൊസഷൻ ഒരു കണ്ടീഷനാണ് അല്ലേ? അതിനൊരു ബിഗിനിങ് ഇല്ല, അതിനൊരു എൻഡ് ഇല്ല. അതൊരു പെർമനൻ്റ് ആണോ ടെമ്പററി ആണോ എന്ന് നമുക്ക് അറിയില്ല. സെൻസ്, ഇമോഷൻസ്, തോട്ട്സ്, ഓക്കെ, ഇതെല്ലാം അങ്ങനത്തെ കാര്യങ്ങളാണ്. ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഇതിനെയൊക്കെ സ്റ്റേറ്റീവ് വേർബ്സ് എന്ന് പറയുന്നു. ഇത്
പ്രോഗ്രസീവ് ഫോമിൽ യൂസ് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ് ഫോമിൽ യൂസ് ചെയ്യുന്നില്ല, ING ചേർത്ത് യൂസ് ചെയ്യുന്നില്ല എന്ന് മീൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ടാഗ് ലൈൻ്റെ മിസ്റ്റേക്ക് ഇതിൽ നിന്നും കിട്ടിക്കാണും അല്ലേ? കിട്ടിയില്ലേ? അതെ. അപ്പോൾ ഇനി നമുക്ക് ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കാനുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇനി കുറച്ച് വാക്കുകളുണ്ട്, കുറച്ച് വേർബ്സ്. ഓക്കെ, അത് സ്റ്റേറ്റീവ് ആയിട്ടും ഡൈനാമിക് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. അതായത് സിമ്പിൾ ഫോമും എടുക്കാൻ പറ്റും, അതുപോലെ തന്നെ പ്രോഗ്രസീവ് ഫോം എടുക്കാൻ പറ്റുന്ന വാക്കുകളെ അത് സ്റ്റേറ്റീവ് എന്നും പറയാം, ഡൈനാമിക് എന്നും പറയാൻ പറ്റുന്ന വേർബ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള വാക്കുകളാണ് ബി, ഹാവ്, സീ, ലുക്ക്, തിങ്ക്, വേ, സ്മെൽ, ടേസ്റ്റ്. ഓക്കെ, അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഈ വാക്കുകൾക്ക് വേറെ മീനിങ്ങുകൾ വരുന്നു. ഓക്കെ, ആ മീനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് സ്റ്റേറ്റീവും ഡൈനാമിക്കും ആയിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വാക്കൊന്ന് പഠിച്ചു വെച്ചേക്കുക, കൂടുതൽ കൺഫ്യൂസ് ആകണ്ട. ബി, ഹാവ്, സീ, ലുക്ക്, തിങ്ക്, വേ, സ്മെൽ, ടേസ്റ്റ്. അപ്പോൾ മീനിങ്ങിൻ്റെ ഡിഫറൻസ് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, മീനിങ്ങിൻ്റെ ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. സ്റ്റേറ്റീവും ഡൈനാമിക്കും ആയിട്ടുള്ള വാക്കുകൾ, പിന്നെ സ്റ്റേറ്റീവ് ആയിട്ടുള്ള വേർബ്സ്. ഡൈനാമിക് എന്ന് പറയുമ്പോൾ അത് ആക്ഷൻ വേർബ്സ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.